ഹരേ കൃഷ്ണ. ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ആഗ്രഹങ്ങളും സ്വയം തീരുമാനങ്ങളും നമുക്ക് 100% നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല, അല്ലേ? നമുക്ക് മേലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി അല്ലെങ്കിൽ ആ കർമ്മഫലങ്ങൾ എവിടെയാണോ നമ്മെ എത്തിക്കുന്നത്, എന്തെല്ലാമൊക്കെയാണോ നാം അനുഭവിച്ച് തീർക്കേണ്ടത്, അവിടേക്ക് നമ്മെ നയിക്കുക തന്നെ ചെയ്യും. അവിടെ നമ്മുടെ മോഹങ്ങൾക്കോ നമ്മുടെ ലക്ഷ്യങ്ങൾക്കോ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. ചില ആത്മാക്കൾ ചിലപ്പോൾ ലക്ഷ്യം മനസ്സിൽ ഉദിക്കുകയും ആ ലക്ഷ്യത്തിലേക്ക് സ്വയം ഇഷ്ടപ്രകാരം എത്തിപ്പെടാറുമുണ്ട്. നാം ഈ ജീവിതത്തിൽ, ഈ ജന്മത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ അത് മുൻകൂട്ടി നിശ്ചയിച്ചത് തന്നെയാണ്. അതിനെ മറികടക്കുവാൻ ആരാലും സാധ്യമല്ല. അഥവാ അതിനായി ശ്രമിച്ചാലും അവസാനം പരാജയമടഞ്ഞ് നമ്മുടെ ആ വിധിയിലേക്ക് തന്നെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആർക്കും ജീവിതത്തിൽ ദുഷ്കർമ്മങ്ങൾ ചെയ്യാനോ ദുഷിച്ചതായ ജീവിതം നയിക്കുവാനോ ഇഷ്ടമുണ്ടാവില്ല. പക്ഷേ നമ്മുടേതായ കർമ്മവിധിയിലേക്ക് നാം നടന്നെടുക്കുക തന്നെ ചെയ്യും. എന്തെല്ലാം ജീവിതത്തിൽ അനുഭവിക്കണമോ അതെല്ലാം ചെയ്തു തീർക്കേണ്ടത് നാം തന്നെയാണ്. എന്തൊക്കെയാണോ ചെയ്തു തീർക്കേണ്ടത് അതെല്ലാം നാം അനുഷ്ഠിച്ചേ മതിയാവൂ. പക്ഷേ അപ്പോഴും ഒന്നോർക്കുക, നാം എത്ര വലിയ ദുർവിധിയിൽ പെട്ടാലും അല്ലെങ്കിൽ എത്രയൊക്കെ വലിയ സൗഭാഗ്യങ്ങളിൽ മതിമറന്നാലും ഈശ്വരനെ മറന്ന് ഒരു ജീവിതം ഒരിക്കലും നയിക്കരുത്. കാരണം ദുർവിധിയിൽ നമുക്ക് താങ്ങും തണലുമായി ഈശ്വരൻ മാത്രമേ ഉണ്ടാവൂ. അതേപോലെ സർവ്വ സൗഭാഗ്യങ്ങളിൽ മതിമറന്നുകൊണ്ട് ദുഷ്കർമ്മങ്ങളിൽപ്പെട്ട് പാപകർമ്മ ഫലങ്ങൾ നേടിയെടുക്കാതെ ഇരിക്കുവാനായി ഈശ്വരാനുഗ്രഹങ്ങൾ ഉണ്ടായേ മതിയാവൂ. അതുകൊണ്ട് ഈശ്വര ചിന്തകളോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്നവർക്ക് പാപകർമ്മഫലങ്ങൾ സമ്പാദിച്ചു വെക്കേണ്ടതില്ല. അവനവൻ വിതച്ചതേ അവനവൻ കൊയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നല്ലതായ ജീവിത ജന്മങ്ങൾക്കായി ആ സർവേശ്വരനോട് കൂടെ ചേർന്ന് സഞ്ചരിക്കുക തന്നെ വേണം. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് അർഹത ഇല്ലാത്തതിൽ ഒന്നും തന്നെ അനുഭവയോഗ്യം ഉണ്ടാവാറില്ല. അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, സ്വത്ത്, സമ്പാദ്യം, സ്നേഹം, ഭക്ഷണം, അങ്ങനെ ഇഷ്ടം പോലെ ഇതൊന്നും നമുക്ക് അനുഭവിക്കാൻ യോഗമില്ല എങ്കിൽ അവ നമുക്ക് അർഹതപ്പെട്ടതല്ല. ഈശ്വര നിശ്ചയപ്രകാരം നമുക്ക് അർഹതപ്പെട്ടത് സമയമാകുമ്പോൾ നമ്മിൽ വന്നു ചേരുക തന്നെ ചെയ്യും. നമ്മെ വിട്ടുപോകാതെ ജീവനുള്ള കാലം വരെ അത് നിലനിൽക്കുകയും ചെയ്യും. അസ്ഥിരമായ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമല്ലാത്തതുപോലെ ഞാനിന്ന് അഹങ്കരിക്കുന്ന ദേഹം പോലും നമുക്ക് അന്യമാകും. ആത്മാവും ആ പരമാത്മാവും മാത്രം സ്ഥിരമായി നിലനിൽക്കും. അധർമ്മപാതയിലൂടെ സമ്പത്തിനു പിന്നാലെ പായുമ്പോൾ ഓർക്കുക, ധർമ്മത്തിൻ്റെ കണ്ണുകൾ നമ്മുടെ കർമ്മത്തിൽ സദാ ജാഗരൂകമാണ്. ധർമ്മത്തിന് കോട്ടം സംഭവിക്കുമ്പോൾ കർമ്മത്തിൻ്റെ ധർമ്മകർത്താവായി ശനിദേവൻ ദോഷസ്ഥനായി വന്നു ചേരും. നമ്മുടെ ആ കർമ്മം തന്നെയാണ് പിന്നീട് കർമ്മധർമ്മമായി നമ്മിലേക്ക് വന്നു ചേരുന്നത്. അതായത് സത്കർമ്മത്തിന് സത്ഫലവും ദുഷ്കർമ്മത്തിന് ദോഷഫലവും നിശ്ചയമാണ്. ധർമ്മത്തിന് നിരക്കാത്ത കർമ്മങ്ങൾ വർദ്ധിക്കുമ്പോൾ ധർമ്മകർത്താവായ ഈശ്വരൻ വിവിധ രൂപത്തിൽ ഉദയം ചെയ്യുന്നു. ആദ്യം സത്വാക്യങ്ങളുടെ രൂപത്തിൽ, പിന്നെ സത്കർമ്മത്തിൻ്റെ രൂപത്തിൽ നേരിൻ്റെ പാതയിലേക്ക് നമ്മെ നയിക്കുന്നു. തന്നിൽ ഒരിത്തിരി നന്മയും ഈശ്വരവിശ്വാസവും ഉള്ളവർ സത്പാതയിലേക്ക് വരിക തന്നെ ചെയ്യും. ഈശ്വരഭയമില്ലാത്തവർ അധമമാർഗത്തിൽ കൂടി ധനവർദ്ധനവിനായി സുഖസൗകര്യത്തിനായി ഓടിക്കൊണ്ടേയിരിക്കും. പക്ഷേ വളഞ്ഞ വഴിയിൽ നാം സമ്പാദിക്കുന്നത് എന്തു തന്നെയായാലും മറ്റൊരു തരത്തിൽ നമുക്ക് വലിയ നഷ്ടമായി മാറുകയും ചെയ്യും. മാത്രമല്ല സ്വസ്ഥതയും സമാധാനവും എന്നേക്കുമായി നഷ്ടമാവുകയും ചെയ്യും. നമുക്ക് ധർമ്മപാതയിൽ സഞ്ചരിക്കാം. ഈശ്വരവിശ്വാസത്തോടു കൂടി ജീവിച്ച് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്താം. നമ്മുടെ വാക്കുകളും കർമ്മങ്ങളും ധർമ്മത്തിൽ അധിഷ്ഠിതമാകുവാൻ ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം.